ഇന്ന് ഓറഞ്ച് അലേർട്ടാണെന്നറിയാം. ഉത്തരകന്നഡയിൽ മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? ഇന്നലെ രാത്രിയിൽ മഴ പെയ്തിരുന്നു. ഗംഗാവാലി പുഴയിലെ ഒഴുക്ക് എങ്ങനെയാണ്? ഇന്നലെ 6 knots ആയിരുന്നു പുഴയിലെ ഒഴുക്ക്. ഡൈവേഴ്സിന് ഇറങ്ങാൻ കഴിയില്ല. ഇന്നിപ്പോൾ എന്താണ് ഷിരൂരിലെ അവസ്ഥ, കാലാവസ്ഥ? രാത്രിയിൽ മഴ പെയ്തിരുന്നോ? ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? തെരച്ചിലിൻ്റെ ഇന്നത്തെ തയ്യാറെടുപ്പുകൾ ഒന്ന് വളരെ ചുരുക്കി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഉത്തരകന്നഡ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. ഒപ്പം തന്നെ ഇവിടെ മഴ ചെറിയ രീതിയിലുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ വലിയ ശക്തമായ മഴ ഉണ്ടായിരുന്നില്ല. അത് അല്പം ആശ്വാസകരമായ കാര്യമാണ്. കാരണം നദിയിലെ കുത്തൊഴുക്ക് താരതമ്യേന കുറവാകുന്ന സാഹചര്യം രൂപപ്പെടുകയാണെങ്കിൽ അത് ദൗത്യത്തിന് കൂടുതൽ ഗുണകരമാവുകയും ചെയ്യും. എന്നാൽ പോലും ഇപ്പോഴും നദിയിലെ ജലനിരപ്പ് താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കുത്തൊഴുക്ക് അതേ രീതിയിൽ തന്നെ തുടരാനാണ് നമ്മൾ സാധ്യത കാണുന്നത്. ഇന്നിപ്പോൾ അല്പം മുൻപ് നേവിയുടേതാണെന്ന് മനസ്സിലാക്കുന്നു. 2 അംഗ സംഘം ഒരു ബോട്ട് ഗംഗാവലിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇന്നലെ സ്പോട്ട് ചെയ്ത 4ാമത്തെ സ്പോട്ടെന്ന് കൃത്യമായി പറയുന്ന ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പോണ്ടൂണുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനവും നടത്തുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടാകും. അല്പസമയത്തിനകം തന്നെ ആർമി സംഘം ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തുകയും ചെയ്യും. ഇന്നലെ മണ്ണ് മാറ്റുന്ന നടപടികൾ ക്രമങ്ങൾ ഏറെക്കുറെ അവസാനിപ്പിക്കുന്ന സ്ഥിതി നമ്മൾ കണ്ടിരുന്നു. ഇന്നലെ വൈകിട്ട് അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്കും ഒരു ബൂം എക്സ്കവേറ്റർ അവിടെ നിന്നും മാറ്റുന്ന കാഴ്ചയും കണ്ടു. അപ്പോൾ പൂർണ്ണമായും 4ാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ ദൗത്യം എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് നിർവഹിക്കേണ്ടത് നേവി സംഘം തന്നെയാണ്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്, നോക്കിക്കാണാൻ ഇരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഐബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ ഇന്നും തുടരുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് അതിൻ്റെ നിലവിൽ ട്രക്ക് ഉള്ള ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ള ലക്ഷ്യവും കൂടിയുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയുള്ള അത്തരത്തിലുള്ള പരിശോധനകൾ തുടരുകയും ചെയ്യും. NDRF സംഘവും നേവി സംഘവുമായിരിക്കും പ്രധാനമായും ഗംഗാവലി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് ഗംഗാവലിയിൽ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കുണ്ട്. ഏതാണ്ട് 5 to 6 knots എന്നുള്ളതാണ് നിലവിലെ കുത്തൊഴുക്കിൻ്റെ മെഷർമെൻ്റായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡൈവ് ചെയ്ത് താഴേക്ക് പോയി ആ മേഖലയിലേക്ക് റീച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നതാണ്. അതേ ഒരു അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പോണ്ടൂണുകൾ എത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗോവയിൽ നിന്നാണ് പോണ്ടൂൺ എത്തിക്കുന്നത്. അത് ഷിരൂരിൻ്റെ ബോർഡർ കഴിഞ്ഞ ഈ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്പസമയം കഴിയുന്നതോടുകൂടി അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിക്കും. അതേസമയം ആർമിയുടെ നേതൃത്വത്തിലുള്ള സംഘം കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം തന്നെ അവലോകനം ചെയ്യുന്നുണ്ട്. ദൗത്യ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ കണ്ണെത്തുന്ന ദൂരത്ത് തന്നെയാണ് ഈ വാഹനം നിലവിൽ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏതാണ്ട് 60 മീറ്ററോളം, അതായത് ഗംഗാവലി നദിയുടെ ഒത്ത നടുക്ക് രൂപപ്പെട്ടിട്ടുള്ള മൺതിട്ട, ആ മൺതിട്ടയുടെ താഴ്ഭാഗത്ത് ഏതാണ്ട് 3 മീറ്റർ താഴ്ചയാണ് നിലവിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കുകൾ ഇന്നലെ തന്നെ ശേഖരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു മണ്ണ് നീക്കം സാധ്യമാക്കാൻ ഉതകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടി വരും. ഒപ്പം തന്നെ നേവി സംഘത്തിന് കൃത്യമായി ആ മേഖലയിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് കൃത്യമായി കാണാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ശുഭപ്രതീക്ഷയാണെങ്കിൽ പോലും ഇന്ന് കുറച്ചുകൂടി വലിയ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നുണ്ട്. ആ ലോറിയെ റീച്ച് ചെയ്യുകയും ആ ലോറിയുടെ ക്യാബിനിൽ അർജുൻ ഉണ്ടെങ്കിൽ അർജുനെ തിരികെ എത്തിക്കാൻ ഉതകുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കത്തയക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. സിദ്ധരാമയ്യയ്ക്കും ആഭ്യന്തരമന്ത്രിക്കുമൊക്കെ കത്തയച്ച് കൂടുതൽ ഡൈവേഴ്സിനെ വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ തരത്തിൽ നേവിയുടെ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് കൂടുതൽ വിദഗ്ധരെ ഇത് കർണാടക സർക്കാർ ഒരു പ്രസ്റ്റീജ് ആയിട്ട് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ അലംഭാവമൊക്കെ പുറത്തു വന്നെങ്കിലും ഇപ്പോൾ അതൊക്കെ മാറി സർക്കാർ ഇങ്ങനൊരു മിഷൻ വളരെ ഒരു അഭിമാന പ്രശ്നമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരമൊരു തെരച്ചിലിന് വേണ്ടിയിട്ട് പോണ്ടൂണുകൾ കൊണ്ടുവരിക, അതും ഗോവ കടലിൽ നിന്ന് കൊണ്ടുവരിക, അതൊക്കെ വളരെ സാഹസികമായ യജ്ഞമാണ്. സാധാരണ രീതിയിൽ സർക്കാരൊന്നും അതിന് ശ്രമിക്കാറില്ല. നേവി പരമാവധി ശ്രമിച്ചു, ആർമി പരമാവധി ശ്രമിച്ചു. ഒരു 4-5 തെരച്ചിലിന് ശേഷം സ്ഥലത്ത് ലോറി കണ്ടെത്താനായില്ല, പുഴയിൽ ഒഴുകിപ്പോയിട്ടുണ്ടാവാം എന്ന നിഗമനത്തിലൊരു റിപ്പോർട്ട് എഴുതി അവസാനിപ്പിക്കലാണ് പതിവ്. പക്ഷേ അത് കർണാടക സർക്കാർ ചെയ്യുന്നില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമ്മൾ പറയണം. അപ്പോൾ സർക്കാർ ഒരു ചലഞ്ചിങ് ആയ ഒരു മിഷനായി ഇത് ഏറ്റെടുത്തിട്ടുണ്ട് അല്ലേ ദീപക്? തീർച്ചയായും ചലഞ്ചിങ് ആയിട്ടുള്ള മിഷനായി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അരുൺ പറഞ്ഞതുപോലെ തുടക്കത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് കഴിഞ്ഞതാണ്. അത് നമുക്ക് മാറ്റിവെക്കുകയും ചെയ്യാം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വളരെ ശ്ലാഘനീയമാണ്. എത്രത്തോളം ഊർജിതമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം ഊർജിതമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. ഈ ബൂം എക്സ്കവേറ്റേഴ്സൊക്കെ ഈ മേഖലയിലേക്ക് എത്തിക്കുന്നതിന്, പ്രത്യേകിച്ച് ഈ റോഡിൻ്റെ ഒരു ഗതിയൊക്കെ നമുക്കറിയാവുന്നതാണ്. വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ട് അത്തരം വലിയ വാഹനങ്ങൾക്ക് കടന്നു വരുന്നതിന് വേണ്ടി. പക്ഷേ അത്തരം ദുർഘടങ്ങളെ
എല്ലാം നേരിട്ട് കൊണ്ട് തന്നെയാണ് പ്രവർത്തനം ഏകോപിപ്പിച്ചത്. ഒപ്പം തന്നെ കാലാവസ്ഥ വലിയ രീതിയിൽ പ്രതിബന്ധങ്ങൾ തീർത്തപ്പോഴും അതിനെയെല്ലാം കവച്ചുവെക്കുന്ന രീതിയിൽ ആ ദൗത്യസംഘം പൂർണ്ണമായും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കണ്ടു. ഇവിടെ കാർവാർ MLA അടക്കമുള്ള സംഘം ഓരോ ഘട്ടത്തിലും ഈ കാര്യങ്ങളെ വീക്ഷിക്കുകയും അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. അതുകൊണ്ട് പ്രസ്റ്റീജിയസ് ഇഷ്യൂ എന്നുള്ള നിലയിൽ തന്നെ എടുത്തിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും. ഒപ്പം തന്നെ അതിൽ അങ്ങനെ എടുക്കുന്നതിനും ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഒരു വലിയ ട്രക്ക് കാണാതാവുകയാണ്, ഒരു മനുഷ്യനെ കാണാതാവുകയാണ്, ഒപ്പം തന്നെ ലോകേഷിനെയും ജഗന്നാഥനെയും കാണാതാവുകയാണ്. അവരിൽ ആരെയും കണ്ടെത്താൻ കഴിയുന്നില്ല. ഇത്രയും വലിയൊരു ട്രക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് ആ ഒരു സംവിധാനത്തിൻ്റെ വീഴ്ചയായി നാളെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുമോ എന്നുള്ള ആശങ്ക സർക്കാർ അധികൃതരെ സംബന്ധിച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ട്രക്ക് കണ്ടെത്തുക മറ്റൊന്നും ഈ ദൗത്യസംഘത്തിന് മുന്നിലേക്ക് ഇല്ല എന്നുള്ളത് കൂടിയാണ്.